പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ലെക്സേറ എന്ന് പറയുന്ന ഒരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മേലെ കാർഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്സേറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന സ്റ്റേക്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ATM ത്രൂ വിഡ്രോലും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മെർച്ചന്റ് പേയ്മെന്റ്സ്, അതായത് പെട്രോള്, അതുപോലെ നമുക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസിങ് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലെക്സേറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന സ്റ്റേക്ക് റിവാർഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്ന റിവാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. INR ആയിട്ട് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അതിൽ നിന്ന് ക്യാഷ് ബാക്കും കാര്യങ്ങളും ഏൺ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ലെക്സേറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് ATM വഴി വിഡ്രോലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കാരണം ലൈവായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണല്ലോ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു കാർഡ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിന്റെ ഒരു സംഭവം കൂടി ഉണ്ട്. അത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഓഫർ പീരീഡിലാണ് ഉള്ളത്. മാക്സിമം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട് നോക്കാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ടെലിഗ്രാം ചാനൽ, ഇതൊക്കെ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ടൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലും ജോയിൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയങ്ങളുടെ നേരെ വീഡിയോ. ലെക്സേറ എന്ന് പറയുന്നത് ഒരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സെറ ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ സ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് ഡെയിലി റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമ്മളെ നേരത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ മേലെ കാർഡിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോ പറഞ്ഞൊരു കാര്യമാണ്, അതായത് നമുക്ക് ഡെയിലി പാസീവ് ഇൻകം കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ലോക്കിംഗ് പീരീഡ് ഇല്ലാത്ത രീതിയിൽ 0.1% ആണ് നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ, ലോക്കിംഗ് പീരീഡ് ഇല്ലാണ്ട് കേട്ടോ, നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്കിനകത്ത് 30 ഡേയ്സ് പീരീഡ്, അതുപോലെ തന്നെ 90 ഡേയ്സ് പീരീഡ്, 120 ഡേയ്സ് പീരീഡ്, 180 ഡേയ്സ് പീരീഡ്, 360 ഡേയ്സ് പീരീഡ്, അങ്ങനെയൊക്കെ ഓരോ പീരീഡ് കാറ്റഗറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബൈനാൻസ് അല്ലെങ്കിൽ വേറെ അതർ എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ ഇതേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. APY തരുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെയുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിങ്ക് ലോക്കിലാണ് നമ്മളുടെ ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ ഹോൾഡ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെക്യൂർഡ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് 0.1% ടു നമുക്ക് അപ് ടു 3% വരെ നമുക്ക് സ്റ്റേക്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ലോക്കിംഗ് പീരീഡിന്റെ കാലാവധി അനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ പിങ്ക് ലോക്ക് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, പിങ്ക് ലോക്ക് എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ ടോക്കണിൽ നമുക്കിപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, വിസ കാർഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെറ ടോക്കണിന്റെ ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏതൊരു കൺട്രിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആക്സസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. സാധാരണയായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് ആവുന്ന ഒരു ഇതാണ്, സിറ്റുവേഷൻ ആണ്. നമ്മൾ ഏതെങ്കിലും അതർ കൺട്രീസിൽ പോയിട്ട് നമ്മളുടെ കയ്യിലുള്ള INR അവിടുത്തെ കറൻസി മണി ആക്കി മാറ്റുന്ന ഒരു ബുദ്ധിമുട്ട്, അവിടെ കൺവേർഷൻ ചാർജ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു കാർഡ് വേൾഡ് വൈഡ് ആയിട്ടുള്ള രീതിയിൽ ആക്സസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന അതേ ഒരു ഫെസിലിറ്റി തന്നെ നമുക്ക് അതർ കൺട്രീസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, അതർ കൺട്രീസിൽ നമുക്ക് അതേ ഒരു രീതിയിലുള്ള ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഏത് ATM-ൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വിഡ്രോലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോലും കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് സെറ ടോക്കണിൽ വരുന്ന സ്റ്റേക്ക് റിവാർഡ്, അത് എത്രത്തോളം ആയിക്കോട്ടെ, ആ റിവാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് വിഡ്രോലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിലിപ്പം നമ്മളൊരു 5,000 എമൗണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് നമ്മൾ സാധാരണ ഒരു ATM-ൽ നിന്ന് വിഡ്രോലും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ക്യാഷ് കാര്യങ്ങളൊക്കെ INR കൺവേർഷൻ ആയിട്ടുള്ള രീതിയിൽ ATM ത്രൂ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്ത്യയിൽ ഇത് അത്രത്തോളം അക്സെപ്റ്റഡ് ആയതുകൊണ്ടാണ് ക്രിപ്റ്റോ എന്ന് പറയുന്ന മേഖല
അത്രത്തോളം അപ്രൂവ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു വിഡ്രോവലും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ കയ്യിലുള്ള ഈ സെറാ ടോക്കൺ കൊടുത്തുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5000 അടിച്ചു, നമ്മൾ ആ ഒരു സെറാ ടോക്കണിന്റെ കാർഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്തു, നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾക്കാർ ഇത് ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് ഇപ്പോൾ ലിമിറ്റഡ് പീരീഡ് ആയിട്ടുള്ള ഒരു ഓഫറിലാണ് ഉള്ളത്. അതായത് ജനുവരി 6 തൊട്ട് അതുപോലെ തന്നെ ഫെബ്രുവരി 28 വരെയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഫെബ്രുവരി 28 വരെ നമുക്ക് 360 ഡേയ്സിലോട്ട് ഒരു 3000 USDT സെറാ ടോക്കൺ, ഇപ്പോഴത്തെ റേറ്റ് ഏകദേശം $30 വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിയാൽ സാധിക്കും, ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കാർഡ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് INR വിഡ്രോൾ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെർച്ചന്റ് പേയ്മെന്റ്സ്, അതർ മെർച്ചന്റ് പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ, അതായത് പെട്രോൾ കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് 1% ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിപ്പം വേറെ കൺട്രീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഇതേപോലെ ആക്സസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ, കാരണം നമുക്ക് പ്രത്യേകിച്ച് INR കൺവേർഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ, ഈ ഒരു മേഖലയൊക്കെ നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ ആക്സസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് കറൻസി ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ടോക്കൺ ഉണ്ടെങ്കിൽ അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടുത്തെ കറൻസി ആയിട്ടുള്ള രീതിയിൽ കൺവേർഷൻ ചെയ്യാൻ നമുക്കൊരു കാർഡ് ഉണ്ടെങ്കിൽ ആ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ ആക്സസ് ചെയ്യാനും നമുക്ക് അതിൽ നിന്ന് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ ബാക്ക് എൻഡിൽ കുറേയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കണ്ടന്റ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതൊക്കെ സാധനങ്ങൾ